അപ്പോൾ ഈ ഒരു കാർ ഇത്തരം രീതിയിൽ തിളങ്ങിയിരിക്കാൻ സാഹചര്യക്കുന്നത് ബോറോഫിൻ കോട്ടിംഗ് ആണ്. നമുക്ക് ഇത്തരം രീതിയിലുള്ള കളേഴ്സ്, അതായത് ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലൂ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ബോറോഫിൻ അല്ലെങ്കിൽ ഗ്രഫിൻ അല്ലെങ്കിൽ സെറാമിക് യൂസ് ചെയ്യാൻ വളരെ നല്ലതായിരിക്കും. കാരണം ആ ഒരു ഭംഗി നിലനിർത്താൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ഡീക്രോം ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിലെ ഗ്രില്ലിൽ വരുന്ന ലോഗോ ആണെന്നുണ്ടെങ്കിലും അതിന് താഴെ വരുന്ന ഒരു ബെൽറ്റ് ലൈൻ ആണെന്നുണ്ടെങ്കിലും, അതുപോലെ തന്നെ ഫോഗ്ലാം നമുക്ക് അഡീഷണൽ ചെയ്തിരിക്കുന്നതാണ്. അതിലും ഒരു ക്രോം വരുന്നുണ്ട്, അതും ഡീക്രോം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബമ്പറിലായിട്ട് വരുന്ന ഫ്രണ്ടിൽ വരുന്ന ഈ ഒരു സ്കിഡ് പ്ലേറ്റ്സ് അല്ല, പക്ഷേ ഒരു ഓർണമെൻ്റ് എന്ന രീതിയിൽ പറയാം. അതിൽ ഗൺമെറ്റൽ ഗ്രേ വിത്ത് ഗ്ലോസ് ബ്ലാക്ക് ഫിനിഷ് വന്നിട്ടുണ്ട്. ഇത്തരം രീതിയിൽ വന്നപ്പോൾ തന്നെ ഫ്രണ്ടിലെ ഒരു ഭംഗി ശരിക്കും എടുത്തു പറയേണ്ടതാണ്. ഇനി ഇതിൻ്റെ സൈഡ് പ്രൊഫൈൽ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ സീറ്റിൽ നിങ്ങൾ കണ്ട അലൂമിനിയം ഫിനിഷ് ഉള്ള ഒരു 16 ഇഞ്ചിൻ്റെ അലോയ് വീൽസ് ആയിരിക്കും. എന്നാൽ ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് ഡുവൽ ടോൺ ഫിനിഷാണ് വരുന്നത്. അതും ബലേനിൽ യൂസ് ചെയ്യുന്ന സെയിം അല്ല, ഇത് നമ്മൾ ഫ്രോങ്സിൽ യൂസ് ചെയ്തിരിക്കുന്ന ആ ഒരു അലോയ് വീലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഈ സൈഡിലേക്ക് നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഏറ്റവും ഒരു ബാറ്റ്മാൻ്റെ ആ ഒരു ഇൻസ്പയർ ആയിട്ടുള്ള ഒരു വിങ്സ്, ആ ഒരു ഓവറിയുമാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അതും അഡീഷണൽ ആണ്. ഇതൊരു കവറും കൂടിയാണ് വരുന്നത്. ആൻഡ് റെയിൻ ഗാർഡ് ചെയ്തിട്ടുണ്ട്, അതെല്ലാം കമ്പനിയിൽ ചെയ്തിരിക്കുന്നതാണ്. ആൻഡ് ഗ്ലാസ് വരുമ്പോൾ ടിൻറ്റഡ് ആണ്, അതും ഗവൺമെൻറ് അപ്രൂവൽ ആയിട്ടുള്ള. സൈഡിൽ 50%, ബാക്കിലേക്ക് വരുമ്പോൾ 70% ആണ് വരുന്നത്. ഡോറിലായിട്ട് ബീഡിങ് വരുന്നുണ്ട്. അതിനും ഈ പറഞ്ഞ പിയാനോ ബ്ലാക്ക് ഫിനിഷ് വിത്ത് ഗൺമെറ്റൽ ഗ്രേ ഫിനിഷ് വരുന്ന ഒരു കമ്പനിയിൽ നിന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഡോർ ബീഡിങ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം അട്രാക്റ്റീവ് ആയിട്ടുള്ള വിങ്സ് തന്നെ കൊടുത്തി. കുറച്ച് പ്രൊജക്ഷൻ ഉണ്ട്, എന്നിരുന്നാൽ പോലും അത്ര വൃത്തികേട് വരുന്നില്ല. അതിനും ഈ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിന് ബാക്കിലേക്ക് വരുമ്പോൾ ഹാച്ചിലായിട്ട് വരുന്ന മിഡ് സ്പോയിലറും അതുപോലെ തന്നെ ലോഗോയും ഡീക്രോം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ ബമ്പറിൽ കണ്ട സെയിം ആ ഒരു സ്കിഡ് പ്ലേറ്റ് അല്ല, ആ ഒരു ഓർണമെന്റ് ഇതിലും കൊടുത്തിട്ടുണ്ട്. അതിനും ഗൺമെറ്റൽ ഗ്രേ ഫിനിഷ് ബ്ലാക്ക് ആണ് നൽകിയിരിക്കുന്നത്. ഇനി ഇതിന്റെ ഇന്റീരിയർ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ സീറ്റ് കവേഴ്സിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇതൊരു സൈഡ് ഓപ്പണിംഗ് ആയിട്ടുള്ള നെക്സിൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സീറ്റ് കവേഴ്സ് ആണ് വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ ഇതിലും കുറച്ച് അട്രാക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് ഭംഗിയുള്ള ടൈപ്പ് സീറ്റ് കവേഴ്സ് നിങ്ങൾക്ക് പുറത്ത് വേണ്ടി ഇടാവുന്നതാണ്. ആൻഡ് ഇത് നോക്കുമ്പോൾ നമുക്ക് നെക്ക് റെസ്റ്റ് വരുന്നതാണ്. അത് എനിക്ക് തോന്നുന്നു ഫ്രീഡോ അതുപോലത്തെ ബ്രാൻഡ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഫ്ലോറിംഗിലേക്ക് വരുമ്പോൾ ഒരു വെൽക്രോ ടൈപ്പ് വിനൈൽ ഫ്ലോറിങ് ചെയ്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് 3D മാറ്റും കൊടുത്തിട്ടുണ്ട്. അതെല്ലാം മാരുതിയിൽ എനിക്ക് തോന്നുന്നു. സോ നമുക്ക് ഇന്റീരിയറിൽ കാര്യമായ അഡീഷണൽസ് ഒന്നും കാര്യങ്ങൾ ചെയ്തിട്ടില്ല. ആക്സറീസ് ഒന്നും വേറെ ചെയ്തിട്ടില്ല. ഒരു സ്റ്റീറിംഗിലേക്ക് വേണമെങ്കിൽ ഗ്രിപ്പ് അഡീഷണൽ ചെയ്യാൻ നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാമായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ഗാർണിഷ് ഒരു ഗ്ലോസ് ബ്ലാക്ക് കൊടുക്കുന്നില്ല. അതൊക്കെ എനിക്ക് തോന്നുന്നു പുറത്തുനിന്നേ ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ ഊരിയിട്ട് പെയിൻറ്റ് ചെയ്യേണ്ടി വരും. അത്യാവശ്യം നല്ല ഭംഗിയായിരിക്കും അത് ചെയ്യുമ്പോൾ. കാരണം നമുക്ക് ഈ ഡോർ പാഡ്സ് ഒക്കെ നോക്കണമെങ്കിൽ ആ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് വരുന്നതുകൊണ്ട് തന്നെ അവിടെ ആ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് വരുമ്പോൾ വളരെ ഭംഗിയായിരിക്കും ഗാർണിഷിലേക്ക് നോക്കുമ്പോൾ.